ഓ ചേച്ചിനെ വിളിക്കാൻ പോവാ അത്രയ്ക്ക് ഉത്തരവാദിത്ത മാമേ എന്നായോ അവള് വരാത്ത കാരണത്തിനകത്ത് രണ്ടാൾക്ക് ഒരെന്നെ കൊഴല എന്താ കാക്കക്കോഴിയാ എനിക്ക് ഇവിടെ എത്തുമ്പോ എന്തൊരു എക്സൈറ്റ്മെന്റ് ആണെന്നറിയാവോ. ഇന്ന് നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞെത്തി. എത്ര നേരം വേണാ? ഹൗ ലോങ് യു നീഡ് ടു കുക്ക് ഫിഷ് കറി? നീ ഇറങ്ങിക്കറാ ഇറങ്ങിക്കറാ ഗോൾഡ് പുതിയ ബാച്ച് ഓഫ് തുണികൾ മേടിച്ചിട്ടാ. ഗുഡ് ഗേൾ. നീ വരുന്ന വഴിയോര സന്ധ്യയിൽ കാത്തു കാത്തു നിഴലായി നാം അന്നു കണ്ടൊരനുരാഗരേഖയിൽ. രേഖയിൽ എഴുന്നേറ്റ് രേഖ. ഓമനേ ഓർമ്മകൾ അത്രമേൽ നിർമ്മലം നിന്റെ മോഹലയ മർമരങ്ങൾ പോലും തരളം. ഏ ഇന്ദ്രജാല മൃദുമന്ദഹാസമേവ. Tell me please. Ma'am, nowadays you are getting very naughty. Don't try to be smart. This thing gonna come off. I don't wanna snatch it off, yeah? Pass it to me please, honey. Pass me the dummy please. Stop doing that, okay? Thank you. Good girl, achamme. Good girl, achamme. Good girl, edamma. Good girl, edamma. Good girl, achamme. Oh. ഓ ചേച്ചിനെ വിളിക്കാൻ പോവാ അത്രയ്ക്ക് ഉത്തരവാദിത്ത മാമേ 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 മാമേ. എണീറ്റ പിന്നെ എല്ലാരും എണീപ്പിക്കും. റിങ്ങോന്ന് വിളിച്ചേ. റിങ്ങോ. ഓ ചാരി എത്തി. ചാരി ഓണ സീസൺ ആണല്ലോ അല്ലേ, വാഴക്കൊലയൊക്കെ കുത്തിവെക്കണ സമയം, അതാണ് ചാരി ചെയ്ത്. നിന്റെ പ്രശ്നം എന്താ? ഉളിയൊക്കെയായിട്ടിരിക്കണ്ടല്ലോ തച്ചാൻ. ആ ഡാഡി മുതുപന്നെ എന്നാ പറ്റിയെന്നാ? ആ എന്നാ ഊരി കൊടുത്തറ റബ്ബർ ബാൻഡ് എന്നാ ഇതാ ലഭിക്കോ. അപ്പൊ ആരൊക്കെ അറിയാം ഞാൻ തന്നെ. എന്തു പറ്റി? എന്നാ അതെടുത്ത പിടിച്ചാ, അല്ലെങ്കിൽ എന്നാ കരയണം മോങ്ങരിക്കുന്നാ. അത് നല്ല സെറ്റപ്പാ. കട്ടി ടിപ്പു എന്തായോ ഏതായോ? അയ്യോ തിരിയരുത്. കീലരി 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 കീലരി. വേഗം കെട്ടിട്ട് തമാശ കളിക്കുക. ഞാൻ നിന്നെ എത്ര ഹെൽപ്പ് ചെയ്തു? എവിടെന്നാ തലേ നീ അവിടെ നിൽക്കണ നേരത്തെ പിള്ളേരുടെ ഉടുപ്പ് തല്ല. നീ ഒരാളെ വേണ്ടി ഒരാളെ എത്ര പെട്ടെന്ന് ഞാൻ ചെയ്താൽ നിനക്കിന്ന് പോണ കാരണം ഏഴരുത്, അല്ലെങ്കിൽ നീ അല്ലാതെ ജീറാവും. കൊണ്ട് കുണിയേ അടെ പുട്ടേ അടെ പുത്തറ. ഇവിടെ ഒരു മറ്റേ പഞ്ചായത്തുകളുടെ സാധനങ്ങളും കെട്ടിയെടുത്ത കറക്റ്റായി. ആ എനിക്കൊരു അസുഖമുണ്ട് ഗൈസ്. ഞാൻ ഉടനടി അതിൻ്റെ ഡയഗ്നോസ് കഴിഞ്ഞതിന് ശേഷം പറയാം. എനിക്ക് ക്യാൻസറാന്ന് തോന്നുന്നു. സത്യം. ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ചാവാൻ കിടക്കണത്. അങ്ങനെ നിങ്ങളുടെ പൂമ്പാങ്ങ ഒരു ദിവസം ഇല്ലാണ്ട് ഓട്ടാ പെട്ടെന്ന് തന്നെ. നീ ഞങ്ങളുടെ പൂമ്പാങ്ങ ഒന്നല്ല. മുട്ട നീ വേറെ തന്നെയില്ലേ? ആ KH 3670 ഇറക്കിയിട്ട് ഇതൊന്നും വേണ്ട, അത് ഓൾറെഡി ഉണ്ട്. ഇതെന്ത് ദൂരം കണ്ടത്? ഓ ഇരിക്കണോ? മതി എൻ്റെ എല്ലാവരും എൻ്റെ 3, 2, 1 ഗോ.
നമ്മൾ സെറ്റപ്പ് ചെറുതായിട്ടൊന്ന് മാറ്റി. വേറെ ഒന്നുമല്ല, ഇരുന്ന് ഓട്ടമാണ്, കളിയാണ് മൊത്തം. കളി നമുക്കൊന്നും മാറ്റണമല്ല. അപ്പം അത് കാരണം അമ്മമ്മേനെ കസേരയിൽ കയറ്റിയിരുത്തി. നീ ഇങ്ങനെ ഇരുന്ന് കഴിച്ചാൽ കേട്ടാ. ഇവിടുന്ന് എണീറ്റാ അപ്പോൾ നമ്മൾ മാമ ഒഴിവാക്കും. ഓക്കെ, ഹൗ ഇസ് ദിസ് ന്യൂ ഐഡിയ ഫ്രം ഡാഡ? Is it a good idea, Isme? Isn't it? So we're sitting nowhere, we may get another chair like that. Yeah? Okay, Ismuta? 2 chair, 1 for Isme, 1 for Ira, 1 for Isme, 1 for Ira. Where is she? Irma എവിടെ? എവിടെ പോയി? Ira എവിടെ പോയി? അപ്പോൾ അവൾ വരാത്ത കാരണത്തിനകത്ത് രണ്ടാൾക്ക് ഒരെണ്ണ കുഴല, രണ്ടാൾക്കും കൂടിയിട്ട് ഒരെണ്ണ കുഴലാണോ? ഏറെ ഏറെന്നെ ഇപ്പം എടുക്കണില്ല, നീ അവിടെ ഇരുന്നോ, ഞാൻ കൊണ്ടുവരാം. ഞാൻ അടുത്ത ആളെത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെയായിരുന്നു നോക്കണ്ടാ? ഓക്കോ, നിനക്ക് യൂണിഫോം വേണ്ടേ? വൈ? മോർണിംഗ് മാം. Guess who I am? Who are you? Guess. I don't know. Wait. Let me get my. Hey! What happened? ഇന്നെന്തെല്ലാം കൊത്തിയോളണം എല്ലാവരും രാവിലെ എന്നിട്ട്. ഗുഡ് ഗേൾ ഏറമ്മ, ഗുഡ് ഗേൾ ഏറമ്മ, ഗുഡ് ഗേൾ എസ്മേ. എസ്മേ അവള് തിന്നണം നോക്കിയിട്ട് ഇറക്കണേ. അന്നെ കൊള്ളൊന്ന. അവള് തുപ്പി, ഇവള് തുപ്പി. ഇത് ഞാൻ കൊടുക്കണില്ല കേട്ടാ, എനിക്ക് ദേഷ്യം വന്നു. അവളെ പോയിട്ട് ആ വീറ്റ് ബിക്സ് തിന്നാനാണ് ഈ നടക്കണത് ഇപ്പോൾ, ആ ബ്രെഡും. പിന്നെ അവർക്കറിയില്ല അവിടെ വീറ്റ് ബിക്സ് കിട്ടില്ല എന്ന്. അവർ ഇത്ര ബുദ്ധിയില്ലാത്തവരായിരുന്നു എൻ്റെ വിചാരം. പിങ്ങ നീ നിന്റെ എഗ് എടുത്ത് കഴിയടാ മോനെ. നീ ഇനി ഇറങ്ങിക്കോ. എന്താ കാക്കക്കോഴിയാ? ഇന്ന് 2 ആൾക്കാരും മുട്ട കഴിച്ചില്ല കേട്ടാ. അത് കാരണം ഞാൻ ഇങ്ങോട്ടിട്ട് രാവിലെ മുട്ട ഓഫർ ചെയ്യും. ഇവിടെ നിർബന്ധിച്ച് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. മുട്ടയില്ലെങ്കിൽ മുട്ടയില്ല. നോ അതർ ബ്രേക്ക്ഫാസ്റ്റ്, നോ സ്പെഷ്യൽ ഫുഡ്. അമ്മ വന്നിട്ട് ചോദിക്കുക മുട്ട എടുത്തു വെച്ചിരുന്നോ? ഇല്ല, മുട്ട കളഞ്ഞു. കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തില്ലേ എന്ന് മാത്രമാണ് പോലീസ് ചോദിക്കുള്ളൂ. എന്ത് കൊടുത്തു എന്ന് ചോദിക്കില്ല. കൊടുത്തപ്പോൾ കുട്ടികൾ കഴിച്ചില്ല. അപ്പോൾ കുഴപ്പമില്ല, കുട്ടികൾ കഴിക്കാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറയൂല. അല്ല പിങ്ങ് വെരി അപ്സെറ്റ് ഇൻ ദ മോർണിംഗ്. മെറ്റിൽഡയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മെറ്റിൽഡ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ മെറ്റിൽഡയുടെ കാര്യം മാത്രം നോക്കി പുസ്തകം നോക്കിയിട്ട് മോഹാലസ്യപ്പെട്ട് മതാലസ്യയിൽ നിന്നു. അല്ലേ മെറ്റിൽഡ? മെറ്റിൽഡ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കി കണ്ണാടിയിൽ കാണാണ്ട് മെറ്റിൽഡനെ. മെറ്റിൽഡനെ നമ്മൾ എന്ന് ഹെൽപ്പ് ചെയ്തോ അന്ന് മെറ്റിൽഡ സ്ലോയാവും. അമ്മയ്ക്ക് ജോലിക്ക് 8:10 പോകാനായിട്ട് രാവിലെ തൊട്ടിട്ട് എല്ലാ പണിയും നമ്മളെ ചെയ്യണേ. അപ്പോൾ എന്ന് നമ്മൾ എക്സ്ട്രാ പണി എടുത്താലും മെറ്റിൽഡ ലേറ്റ് ആവും. അല്ലേ മെറ്റിൽഡ? ഇപ്പങ്ങ ഈ ചിക്കൻ തിരക്കും വഴക്കും പറഞ്ഞ് എൻ്റെ തൊണ്ടയിൽ ക്യാൻസറാ. ആ പരിവായി ഞാൻ. മെറ്റിൽഡയുടെ മഞ്ച് ഇവിടെ എടുത്ത് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചപ്പോൾ മെറ്റിൽഡയ്ക്ക് അത് ബോക്സിൻ്റെ അത് വെക്കുക. എത്ര നേരമായിട്ട് സഭയിൽ കിട്ടിയിട്ടില്ല. മെറ്റിൽഡ വരിക വെക്കുക. ഇത് തന്നെയാണ് ഡാഡ പറയണേ. ഡാഡേനെ കോയറ്റാക്കലാണത് എല്ലാവർക്കും ആവശ്യം. ഇന്ന് രാവിലെ എന്നിട്ട് എന്താ ചെയ്ത് കുട്ടിയുടെ കാര്യം? മുട്ട പൊരിച്ചിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അമ്മ വെയിറ്റ് ചെയ്യാൻ നിനക്ക് വേണ്ടിയിട്ട്. അമ്മ സപ്പോസ് ടു ബി അറ്റ് ദ ഓഫീസ് അറൗണ്ട് 8:30. It's already 8:15. Now we need to drop kiddos and drop Amma. Amma need to catch either train and she need to get there. It's a long process, ഇത് ഞാൻ ചോക്ലേറ്റ് ഏതാ എടുക്കണ്ടേന്ന് നോക്കിയിട്ട് ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു കബോർഡിൻ്റെ ഫ്രണ്ടിൽ. ഇത് നിന്റെ മാത്രം പ്രശ്നമായിട്ടല്ല ഞാൻ പറഞ്ഞേ, ഓളെ കിഡോസിനെ ഹെൽപ്പ് ചെയ്തതാണ് കുഴപ്പം. നാളെ തൊട്ട് പ്രിങ്ങനോട് അവിടെ 6 മണിക്ക് വിളിക്കും കേട്ടാ. നാളെ തൊട്ടെന്ന് ഉദ്ദേശിച്ചേ. നാളത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞു, അടുത്ത തിങ്കളാഴ്ച തൊട്ടിട്ട്. അടുത്ത 2 കുട്ടികളിലേക്ക് എൻ്റെ കിട്ടും. കുട്ടിൽഡാസ് മടുത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മടുത്ത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. എടുത്ത് തട്ട് കളയാങ്ങട്.
ഗുഡ് മോർണിംഗ് ബേൺ സ്വിറ്റ്സർലാൻഡ് കേട്ടാ. മിനി പിടിക്കുടീന്ന എങ്ങനെ എന്താണ് അവരുടെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ മോർണിംഗ് കൊണയാടി വിത്ത് ടിംബും ബാങ്. സ്വിറ്റ്സർലാൻഡ് ബേൺ. ബ്യൂട്ടിഫുൾ മോർണിംഗ്. നല്ല ബ്യൂട്ടിഫുൾ വെതർ ആണ്. ഇന്ന് ക്ലൗഡ് ഉണ്ട്, കുറച്ച് സൺ ഉണ്ട്, പക്ഷെ ഇന്ന് 14 ഡിഗ്രിയാണ്. സോ ഇറ്റ്സ് നോട്ട് ടു കോൾഡ് ഇൻ ഓക്ലൻഡ്. ബ്യൂട്ടിഫുൾ. And Amma wearing black today. Is anything suspicious going on? Suspicious? എന്തിനാ? അല്ല ബ്ലാക്ക് എന്താ? ചുമ്മാ. ഇന്ന് ഗോൾഡിലേക്ക് ലഞ്ച് വേണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ജോലി സ്ഥലത്ത് ഗോൾഡിലേക്ക് ഇന്ന് ലെമൺ റൈസ് ഉണ്ട്. ലെമൺ റൈസ് ഗോൾഡയുടെ ഒരു കേർഡ് റൈസ് ആൻഡ് ലെമൺ റൈസ് ഗോൾഡയുടെ. കേർഡ് റൈസ് അല്ല, ലെമൺ റൈസ് ആണ്. ലെമൺ റൈസ്. പിന്നെ പ്രിങ്ങുവിന് ഇന്ന് വ്യാഴാഴ്ച ഇന്നും കൂടി സ്കൂളിലുള്ളൂ. അത് കഴിഞ്ഞ പ്രിങ്ങുവിന് നാളെ മുതൽ അവധിയാണ് 3 ദിവസത്തേക്ക്. പിന്നെ ബാക്കിലേക്ക് ഡോസ് ഡൂയിങ് ഗുഡ്. So beautiful day in Auckland. Anything else you got to say, honey? Rainy day. Rainy? Yeah, bit of a rain, bit of a sun. മുടി വെട്ടിട്ട് എങ്ങനെയുണ്ട്? How are you feeling after your മുടിക്കട്ട്? Nice. I feel so good. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ പൊന്തിയിരിക്കും. ഗോൾഡിന്റെ പുതിയ ബാച്ച് ഓഫ് കുറച്ച് ക്ലോത്തിങ്സ് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാട്ടി തരാനായിട്ടാ ഇന്ന് കാട്ടി തരുന്നതായിരിക്കും. ഓൺലൈൻ വരും, മേടിക്കും, കാണിച്ചു തരും. ഒരു അരമണിക്കൂറും കഴിഞ്ഞാൽ എനിക്കൊരു ശാന്തത കിട്ടും. ബൈ 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 ബൈ. ഇവിടെ എത്തുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഇപ്പൊ ഇറങ്ങുന്നിട്ടാ. ആരാ ആൾക്കാർ അവര്? പിന്നല്ലാണ്ട് എസ്മയാണ് ടാറ്റ പറഞ്ഞേ. ബൈ അമ്മ. ഐ മിസ് യു അമ്മ. ലവ് യു അമ്മ. ഇതൊന്നും നല്ല പാട്ടങ്ങാനാണ്. ബൈ 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 ബൈ. അയ്യോ ഇവിടുന്ന് ഗോൾഡ് പോണ കാണാൻ പറ്റില്ല ഗൈസ്. പോയി. അവർക്ക് ഇവിടെ എത്താറായ അപ്പം അറിയാം അവർക്ക്. കണ്ട എനിക്ക് ഇവിടെ എത്തുമ്പോഴേക്ക് എന്തൊരു എക്സൈറ്റ്മെന്റ് അതറിയാവോ. ഹാപ്പി നൗ? യാ. ഹാവ് എ ഗുഡ് വൺ. ഇന്ന് കുറേ കുട്ടികൾ മറ്റേ ബനാനയുടെ ഇതിൻ്റെ ഒക്കെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും വെറൈറ്റി ഡ്രസ്സൊക്കെ ഇട്ട്. ആരുടെയും ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ല. ആ കോർണറിൽ കുറച്ച് പേര് നിൽക്കണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് എന്ത് ഡ്രസ്സാ? ആ നിന്റെ ജാക്കറ്റ് നല്ലതാണ്. ഓക്കെ ബൈ ബൈ. ഇന്ന് നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞെത്തി. നമ്മുടെ എല്ലാ ദിവസത്തെയും മെയിൻ ഷോപ്പിങ്ങിലുള്ളൊരു ഐറ്റമാണ് കോഴിമുട്ട. അന്ന് ഞാൻ കോഴിമുട്ടയിൽ ഒരു സൂത്രം നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. ഇവിടുത്തെ കോഴിമുട്ടയുടെ സൈസ് എഴുതിയേക്കുന്നുണ്ട് നിങ്ങൾ. സൈസ് 8. ഇത് മിക്സഡ് ആണ്. ഇത് സൈസ് 8 ഉണ്ടാവും, 7 ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. യൂഷ്വലി ന്യൂസിലാൻഡിൽ സൈസ് 6, 7, 8 അങ്ങനെ 3 സൈസാണ് ഉണ്ടാവുക. അപ്പോൾ സൈസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എത്ര ഗ്രാമാണെന്നുള്ളത്. 70 മേലെ എത്ര ഗ്രാം ഉണ്ടെങ്കിലും അത് സൈസ് 8 ആണ്. നോക്കിക്കോട്ടെ, 72 ഗ്രാം കണ്ട. അപ്പോൾ അതിനെയാണ്. അപ്പോൾ എല്ലാം മിനിമം 70 പ്ലസ് ഉണ്ടായിരിക്കും. 71 ഗ്രാം. ഇനി ഒരെണ്ണം എടുക്കാം. 75 ഗ്രാം. ഓക്കെ. ഇനി നമുക്ക് മിക്സഡിന് വില ആവറേജ് പ്രൈസ് ആയിരിക്കും എപ്പോഴും. മിക്സഡിൽ നിന്ന് പറഞ്ഞെടുക്കാം. കണ്ട 62 ഗ്രാം. അപ്പോൾ സൈസ് 6 എന്ന് പറഞ്ഞാൽ 50-ൻ്റെ 60-ൻ്റെ ഇടയിൽ. സൈസ് 7 എന്ന് പറഞ്ഞാൽ 60-ൻ്റെ 70-ൻ്റെ ഇടയിലുള്ള മുട്ടകളായിരിക്കും. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതാണ് ഇതിൽ ഏറ്റവും ചെറുത്. നമുക്ക് ഇത് എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കാം. ഇതാ ഇത് ഓൾമോസ്റ്റ് 60 ഗ്രാം. ഇതല്ല നമുക്ക് ഇത് മിക്കവാറും 50 ചില്ലുവാനേ ഉണ്ടാവുള്ളായിരിക്കും. 54 ഗ്രാം. ഇത് മിക്സഡ് ട്രേ ആയിരുന്നു. ഇത് സൈസ് 8 ട്രേ. സോ ഓൾമോസ്റ്റ് 70 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഒരു 6 ഗ്രാമൊക്കെ പ്രോട്ടീൻ ഒരു മുട്ടയ്ക്കകത്തുണ്ടാവും. ഇനി ഇന്നത്തെ വേറൊരു സൂത്രം. കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു ഇത് എങ്ങനെയാണ് കുടപ്പുള്ളി ഇങ്ങനെ ആക്കി വെക്കണമെന്ന്. ഒന്നുമില്ല. കുടപ്പുള്ളി തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച വെള്ളവും കുടപ്പുള്ളിയും കൂടിയിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ വെറുതെ കുടപ്പുള്ളി കുറച്ച് വെള്ളം കലക്കിയിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കുമ്പോൾ മീൻകറിയിലേക്ക് ഒഴിക്കാം. സോ ദിസ് ഇസ് മൈ ലഞ്ച് ടുഡേ. മീൻകറി വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് റൈസ്. ഓക്കെ. ആൻഡ് അവർ ഫേവറേറ്റ് ഐറ്റം കുറച്ച് പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ട്. ലവ് പൈനാപ്പിൾ. അൺഫോർച്ചുനേറ്റ്ലി ഐ കാൻറ്റ് ഈറ്റ് പൈനാപ്പിൾ. കുക്ക് മീൻകറി. ഓക്കെ. ചില ദിവസം നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കും. ചില ദിവസം നമ്മളിങ്ങനെ സബോള ഇടും. ഇതൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ
ഒരു കറി വെക്കാൻ അറിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് കറി എന്ന് പറയുന്നത് ബേസിക്കലി യു കുക്കിംഗ് എ പ്രോട്ടീൻ വിത്ത് സംതിങ് ഓക്കെ. സോ യു ക്യാൻ ഡൂ ഇറ്റ്. ഇറ്റ്സ് ഈസി. ഒരാൾ വെളിച്ചെണ്ണ ഒഴിച്ചില്ല എന്ന് വെച്ചിട്ട് പേടിക്കണ്ട. ഇന്ന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, കാരണം വെളിച്ചെണ്ണ കോസ് ഹാർട്ട് അറ്റാക്ക്. സോ വാട്ട് വി ഡു, അത് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം ഇതിട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണ ഇറങ്ങണം. കണ്ടാ, മീൻ കറിക്ക് ലെസ് ഫാറ്റാണുള്ളത്, അതുകൊണ്ട് മീൻ കറിയിൽ നന്നായിട്ട് എണ്ണ വേണം. ഓക്കെ. സോ വെൻ യു ആഡ് ടു മച്ച് എണ്ണ മേക്ക് ഷുവർ യു ഈറ്റ് ലെസ് കാർബ്സ്. ബോത്ത് എനർജി വർക്ക് ഇൻ എ സെയിം വേ. Perhaps carbs hit you hard, Mike. I know some people don't like it. Yeah, that's all right. കഴിഞ്ഞ ദിവസത്തെ പോലെ കുറച്ചധികം മുളക് പൊടി ഇടണ്ട, കുറച്ച് മതി. എനിക്കെന്നെ കഴിക്കാൻ പറ്റില്ല. സോ കുറച്ച് മുളക് പൊടി അത് മതി. ദെൻ ഫിഷ്. ഈസി ഈസി ഫിഷ് കറി അല്ലേ? എത്ര നേരം വേണ? ഹൗ ലോങ് യു നീഡ് ടു കുക്ക് എ ഫിഷ് കറി? ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ലിറ്റിൽ ബിറ്റ് ഓഫ് സോൾട്ട്. ഉപ്പിടുന്ന സമയത്ത് എപ്പോഴും ഈ മീനിൻ്റെ മുകളിലേക്ക് എത്ര വേണമെന്നുള്ളൊരു കണക്കിന് ഉപ്പിടുക. ഇനി ഉപ്പിടാൻ അറിയാത്തവർ കേട്ടാ. ഓക്കെ. തരി വെള്ളം. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എരിവുണ്ടോ. നോട്ട് ടു ബാഡ്. പിള്ളേർക്ക് അപ്പോൾ ഒന്ന് ചോറും മീൻ കറിയും കൊടുക്കാം. ആ സമയത്ത് ഒന്ന് മീൻ കഴുകേണ്ടി വരും. മീൻ ടൈമിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഇത് നിന്ന് കറി നമുക്ക് നേരെ വരുമ്പോഴേക്കും വൈകുന്നേരം ആവണ്ടേ. നമുക്ക് ഇന്നത്തെ എൻ്റെ മീൻ ആക്ച്വലി വറക്കാം. ഫിഷ് വറക്കാനായിട്ട് വീണ്ടും കുറച്ച് ഹാർട്ട് അറ്റാക്ക്. ഇന്ന് ഞാൻ 220 ഗ്രാം അതിലുണ്ടായിരുന്ന ട്രാവേളിയാണ് കേട്ടോ അത്. അപ്പോൾ ദിസ് ഈസ് മൈ പോർഷൻ. 220 grams ഓഫ് ഫിഷ്. മീൻ ഒരു സൈഡ് വെന്ത് തുടങ്ങി. ഒരു ലേശം ഉപ്പ്. ഇനി സം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹാർട്ട് അറ്റാക്ക് കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഹാർട്ട് അറ്റാക്ക്, ഇനി ബട്ടർ ഹാർട്ട് അറ്റാക്ക്. ഓക്കെ. കുറച്ച് മസാല. എത്ര ഈസിയാന്ന് നോക്കിയേ. മസാല പരത്തി മീനിൻ്റെ മുകളിലൊന്നും ഒരിക്കലും മാരിനേറ്റ് ചെയ്ത് വെക്കരുത് കേട്ടോ. മീൻ ഗെറ്റ്സ് വെരി ഡ്രൈ. ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ് പ്രോട്ടീനാണ് മീനിൻ്റെ. ആ വെള്ളം മുഴുവൻ ഇറങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് രസം ഉണ്ടാവില്ല. ഇനി ലിറ്റിൽ ബിറ്റ് ഓഫ് ലൈം ബ്യൂട്ടി. ഞാൻ മീനെടുത്ത് മാറ്റി വയ്ക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ചോറിടണം. ഓക്കെ. സോ അനദർ കൈൻഡ് ഓഫ് ഹാർട്ട് അറ്റാക്ക്. മീൻകറിയുടെ കൂട്ടത്തിൽ ചോറില്ല എന്ന് പറഞ്ഞാൽ രസമില്ലോ. നോ ഫൺ. അതും പ്രത്യേകിച്ച് ഇങ്ങനെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ സോ ഗുഡ്, സോ നൈസ്. പണ്ട് ചാള വേവിച്ച ഇതിലിങ്ങനെ ചാള വേവിച്ചിട്ട് ആ മൊരിച്ച ഇതിലിങ്ങനെ ചോറ് പരട്ടുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് എൻ്റെ സാറേ അല്ലേ. ബ്യൂട്ടിഫുൾ. നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയി. നോക്കിയേ, നമ്മളൊരു ലഞ്ച് ചെറുതായിട്ട് സെറ്റപ്പ് ആക്കുന്ന നേരം കൊണ്ട് നമ്മുടെ മീൻ കറി ഇവിടെ ശരിയായി. നൗ നമുക്കിതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രഷ് റോ ഫിഷ് സാലഡിന് ഉണ്ടാക്കിയ കോക്കനട്ട് ക്രീം ഉണ്ട്. സ്റ്റൂ തിക്കാണ്, അത് കാരണം കുറച്ച് മധുരം കൂടുതലാണ് ഇതിന്. അപ്പം നമുക്ക് കുറച്ചൊരു സ്റ്റ്യൂ പോലത്തെ കറിയായിരിക്കും വരിക കേട്ടോ. കിഡ്സ് മേ ലവ്, പ്രിങ്ങു ലവ്. നോക്കിയപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ കിനിഞ്ഞ് വന്നില്ലേ, നല്ല സൂപ്പർ മീൻ കറി ആയില്ലേ. ഇവിടെ നിന്നിട്ട് പതുക്കെ ഒന്ന് കുറുകട്ടെ. നോക്കിയാൽ നല്ല വെള്ളയപ്പം കഴിക്കാൻ പറ്റിയ പോലത്തെ ഫിഷ് കറി. എത്ര നേരം വേണാ? അങ്ങനെ ഒരു ചാനൽ തുടങ്ങായിരുന്നു, ഈസി കുക്കിങ്ങിന് എത്ര നേരം വേണാ എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇനി നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ കുറച്ച് കുടപ്പുളിച്ചാറ്, നമ്മുടെ പുളിക്കനുസരിച്ചിട്ട്. ടേസ്റ്റ് ദ കറി, ടേസ്റ്റ് ദ സോസ്. ഓ, നല്ല മപ്പാസിൻ്റെ താറാവ് മപ്പാസൊക്കെ ഇല്ലേ, അതേപോലെയാണ്. ഈ കോക്കനട്ട് ക്രീം ഒഴിച്ചാലത്തെ ഒരു കുഴപ്പമാണിത്, കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് വരിക. ഈ വെള്ളയപ്പത്തിൻ്റെ ഒക്കെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ നൂൽപുട്ടിൻ്റെ ഒക്കെ ഇങ്ങനത്തെ കറി, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ
കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ കുറച്ചുകൂടി ചുമന്ന കളറിലുള്ള കറി കിട്ടും. ദിസ് ഈസ് കൈൻഡ് ഓഫ് എ മൂപ്പാസ്. ഓക്കെ, നമ്മുടെ മാമു നല്ല സൂപ്പർ കട്ടത്തൈര്. ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഹോം മെയ്ഡ് സ്റ്റഫ്സ്. ഇനി നമ്മുടെ മീൻ കുക്കായി നോക്കിയൊക്കെ ട്രവലി കുക്ക്ഡ് ഇൻ ടു the glossiness of the fish meant to be like this. 5 minutes of cooking and the fish should be like this, you know. Then you put a little bit of a മീനും ഈ തൈരും കൂടെ കൂട്ടി ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പാണ്ട് രോഗം വരും കേട്ടോ. മേല് നിറച്ച് പാണ്ട് വരും. അത് തന്നെ വെൻ യു ഗിവ് ടു കിഡ്സ് ഇങ്ങനെ മീനും തൈരും കൂടെ ഒരുമിച്ച് കൊടുക്കരുത്, കുട്ടികൾക്ക് അപ്പോൾ പാണ്ട് വരും. വാവ്. പിന്നെ നമ്മൾ അവരെ എയ്റായസ് മേൻ ഒന്നും പ്രിങ്ങോന്ന് വിളിക്കും, പാണ്ടു എന്ന് വിളിക്കുന്നു. പാണ്ടോ പാണ്ടോ. ബിക്കോസ് വൈ യു ഈറ്റ് ഫിഷ് വിത്ത് തൈര്. എനിക്കിന്നിപ്പോൾ ഞാൻ ഈ മുതുക കളവനായില്ലേ, ഇനിയിപ്പോൾ പാണ്ടു വന്നാൽ എന്താ കുഴപ്പം? ചോറും മീൻകറിയും കഴിക്കുമ്പോൾ അമ്മ ഇങ്ങനെ, ഞാൻ സിനിമ കാണുന്ന സമയത്ത് മീൻ വറുത്തത് ഇങ്ങനെ ചാള പൊരിച്ചതും ചോറും കൂടി ഇങ്ങനെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് വലിയൊരു കപ്പിൽ വെള്ളവും കൊണ്ടുവയ്ക്കും. നല്ല പയർ, അച്ചിങ്ങപ്പയറില്ലേ, അതിങ്ങനെ മെഴുക്കുമായിട്ട്. ചിലപ്പോൾ തലേ ദിവസത്തെ പരിപ്പും മാങ്ങാക്കറിയും ഒന്ന് ചൂടാക്കിയത് മുളകിൻ്റെ കൂട്ടത്തിൽ. എൻ്റെ അമ്മ. വാവ്. നിങ്ങൾ, എനിക്കറിയാം നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഇങ്ങനെ മീനിൻ്റെ, എസ്പെഷ്യലി വെൻ യു ഗെറ്റ് എ ഫ്രഷ് ഫിഷ്. ഇതിൽ നിന്നൊരു മീനിൻ്റെ, ഇതിന് എന്തിൻ്റെ മണമെന്ന്, കടലിൻ്റെ മണം, കടലിൻ്റെ. ദാറ്റ് മച്ച് ഫ്രഷ് ഫിഷ്. വാവ്. ഈ ചോറ് കണ്ടുപിടിച്ചാൽ അത് നെല്ലിക്കൊല്ലം അല്ലേ? ഗുഡ്. പിന്നോണ്ടിന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഡാൻസ് പ്രാക്ടീസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് ലേറ്റായി. ക്യാമറ ഫോക്കസ് തന്നെയല്ലോ, വയസ്സായി 4 മണിയായി. ഓക്കെ, സോ പ്രിങ്ങോൻ്റെ ഡെയിലി കോട്ട. എന്താ എനിക്കൊരു ബിസ്ക്കറ്റ് ഒന്നും പറ്റില്ലേ? Nowadays eating too much carbs and sugars, too much ഒന്നുമില്ല, ഇടയ്ക്ക് വല്ലപ്പോഴും ഇത് തന്നെ നമ്മൾ തടി കൂട്ടിക്കും. ഓക്കെ, നോക്കി വെക്കാം. പിന്നാ ഓക്കെ ആണോ നീ? ഓക്കെ ആണോ? How was dance practice? It was fun. അപ്പോൾ ആരും ലിപ്സ്റ്റിക്കൊക്കെ വെച്ച് വെച്ചിട്ടുള്ള ഇപ്പോൾ തയ്ച്ചതാ? പിന്നെ You can barely see. എൻ്റെ എടുത്തോളാം. വേറെ റസ്ക് ഇല്ല അവിടെ, ഇത് തന്നെയല്ലോ. വേണ്ട, അതുകൊണ്ട് നീ ഇത് തിന്നോ. ആ വയറങ്ങോട്ട് ചാടത്ത്. ഞാനാണ് എടുത്തത്. അപ്പോൾ നിനക്ക് തിന്നാണ്ടിരുന്നൂടെ? ഞാൻ എൻ്റെ കഴിക്കാവുന്ന. അത് നീ അവിടെ റസ്ക് ഉണ്ട് വെച്ചിട്ടില്ലേ? റസ്ക് ഇല്ല. ഞാൻ ജയിച്ചില്ല. അടിക്കോ ഇന്ന് തരുന്നില്ലടോ. എന്താ തരാത്തേ? ആദരത്തിൻ്റെ മുന്നിൽ വീഴാത്ത ഒരു കുട്ടിയോളും ഇല്ല ഇവിടെ. വെരി ലെസ് ലൈക്ലി യു ഗെറ്റ് 1 or 2. ഈ ഫോൺ നീ കയ്യിൽ വെച്ചോട്ടാ, അമ്മ വിളിക്കുമ്പോൾ എടുത്തോ. ഓക്കെ ഓക്കെ ഗൈസ്, ഐ എം ഗോയിങ് ഫോർ മൈ പവർ നാപ്പ്. പെട്ടെന്ന് തന്നെ അമ്മ 4:30 വിളിക്കും. ഓക്കെ ഓക്കെ ബൈ. വന്നോട്ടാ, ഗോൾഡയുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതർ സൈഡ് ഓഫ് ദി വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ദേ വരുന്നു. ഓ, ഞാൻ നല്ലൊരു പാട്ട് നിനക്ക് വേണ്ടി പാടാന്ന് വിചാരിച്ചാ നശിപ്പിച്ച്. കോണയടിക്കാതെ വണ്ടി കീറൂല. ഞാൻ വേണമെങ്കിൽ ആ മൂഡ് മാറിയിട്ട് ഞാൻ പാടാം. വെള്ളം കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ ആലോലിക്കാം പൂന്തെന്നൽ നാനേ നാനേ ടിൻഡാണിൻ്റെ ടിൻഡാണിൻ്റെ ടിൻഡിരിൻ്റെ ടാൻഡിരിൻ്റെ ഞാനേ ഇന്ന് എന്തിനാന്നറിയോ ഈ പാട്ട് പാടിയത്? ഇന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ രാവിലെ എനിക്ക് നിന്റെ ആന്റി നിന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ വിരല് പിടിച്ച് നിൽക്കണ ചിത്ര ചേച്ചിയുടെ പോലത്തെ ഫോട്ടോ അയച്ചായിരുന്നു. എനിക്ക് കണ്ടിട്ട് ആ പഴയ ഗോൾഡൻ എനിക്ക് മിസ്സായിട്ട് ഗോൾഡേ. സോ നോസ്റ്റു. അയ്യോ, ആ പഴയ ഒരു ഗോൾഡ് ഐ ലോസ്റ്റ് ഹർ, യു നോ.
പഴയ നവീനേക്കാളും ബെറ്റർ വേർഷൻ ഓഫ് നവീന ഇപ്പോൾ ഉള്ളത്. പക്ഷെ പഴയ ഗോൾഡിനേക്കാളും വേഴ്സ്റ്റ് വേർഷൻ ഓഫ് ഗോൾഡ് ഇപ്പോൾ. Honest. I'm not lying. What about you, honey? What do you think? Back in the days, Amma was so good, no? I don't know. രാവിലെ എനിക്ക് ഗോൾഡിനെ മിസ് ചെയ്തു. അപ്പോഴാണ് ആ വാട്ടർ ആൾക്ക് നോസ്റ്റ് അടിച്ചു. How was your work? ഗുഡ്. Pressure, tensed? നിറച്ച് പേഷ്യൻസ് ഉണ്ട്. That's എന്നാലും good. കുഴപ്പമില്ല. ഐ എം മാനേജിങ്. Yeah, you got any other option there? ഓപ്ഷൻ Yes? എനിക്ക് പറ്റില്ല. Another job. നീ ഇങ്ങനെ നടക്കുമ്പോ ജോബ് ഇങ്ങനെ റോഡിൽ കിടക്കുക അറിഞ്ഞില്ലേ നീ? എന്റെ കുഞ്ഞപ്പനാണല്ലോ അവിടെ ജോബ് കിടക്കണത്. അത് ന്യൂസിലാൻഡില്. നിങ്ങൾക്കുള്ള ജോബ് 2 അവിടെ ഇപ്പൊ വണ്ടിയിൽ കയറും. കുട്ടിയോള് വേറെ അറിയോ? ആരോടെ കിടന്ന് ഉറങ്ങിയായിരുന്നു ഇപ്പൊ? അപ്പൊ ഏറെയാണോ ഉറങ്ങിയ? കീറ എന്താ കിടന്ന് ഉറങ്ങിയേ? ചിരുണ്ണി ചിറു ചിരുണ്ണി ചിറു ബേബി ഇന്ന് എല്ലാ കുട്ടികളും ടീച്ചർമാരെ നമ്മള് പാരന്റ്സ് പിടിച്ചോണ്ട് 5 മണിക്ക് ടീച്ചർമാർക്കൊക്കെ വീട്ടിൽ പോകട്ടെ, എല്ലാരും കഴിഞ്ഞ് പോവാ. ഹലോ എന്ന് പറഞ്ഞ ഹലോ ഹലോ. ഇവരെപ്പോഴും ഇവിടുത്തെ കുട്ടികൾ ആദ്യമേ പറഞ്ഞു തുടങ്ങുന്ന ഒരു വേളാണ് കേട്ടാ. ഓ വാവ്. അതാണ് ഇവര് നമ്മൾ പറയില്ലേ ഇംഗ്ലീഷുകാരൊക്കെ കംപ്ലീറ്റ് കുട്ടികളെ ആൾക്കാരെ കാണുമ്പോഴേക്കും ഓ വാവ് എന്ന് പറയുന്നത്. ആ ചെറുപ്പം തൊട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് ഓ വാവ്. ഇവിടുത്തെ മിക്ക കുട്ടികളും അങ്ങനെ പറയാം ഓ വാവ്. പ്രിങ്ങൊക്കെ ഒരു സാധനം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓ വാവ് സോ നൈസ്. ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ഗുഡ്. പ്രിങ്ങുന്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് കാണാം. പ്രിങ്ങു No, that's not my actual handwriting. Okay, no. Okay, fine. Okay. Then the actual handwriting. I can't write properly because that is moving. Oh, so many. ഓ എന്നതാ പിന്നെ ഇത് കാണത്തു പോലും ഇല്ല. ഹായ്, ഹൗ ആർ യു? Oh, I can write it better at home. It's alright. Nobody check. You only read. So what? Oh my gosh. This is my ugly handwriting for Dada. ഹായ്. This is my ugly handwriting for Dada, guys. Stop. കാണത്തില്ല വിജയ. ചച്ചുമാ നോക്ക്, ചില പശുക്കുട്ടി ഉണ്ടാവും വണ്ടിയുടെ ഉള്ളിൽ കയറി നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോണേനും ഗോ എന്നാ അവള് പറയണേ. ഗോ അത്ര അടുത്ത് ഗോ. മാമാന്നാ മാമാ മത്തങ്ങത്തല. ഇന്നസെന്റ് ആണോ നീ? ആണോ? ഓ വന്നു. ഊഷി. ഇന്നപ്പോ രാവിലെ മുട്ട കഴിക്കാണ്ട് പോയിട്ട് വിശന്നില്ലേ? മോനെ എങ്ങനെ കെട്ടിവിട്ടാലും അവരവിടുന്ന് 2 കെട്ടും. ആരെ? ജാസ്. അവിടുത്തെ ടീച്ചർമാരാ? നല്ല ടീച്ചർമാരാ. സൂപ്പറായിട്ട് കെട്ടിയിട്ടുണ്ട് വീട്ടില്. കോമറേനെയും പട്ടിയുടെ തലവാലിയപ്പോ ഇരിക്കണെന്ന് മാത്രം. അതിന്റെ ഇടയ്ക്കൂടെ വേറെ അവര് വീഴും. വീഴട്ടെ, വീണിട്ടില്ലേ പഠിക്കുക. അത് നീ ആ വീഴോ നോക്ക്. നീ ഇറങ്ങിക്കറാ, ഇറങ്ങിക്കറാ. കോൺക്രീറ്റിലൊക്കെ എന്നെ കുട്ടികൾ വീഴുക. വാടാ ഇറമ്മ. കൈയൊന്നും പിടിക്കാം. വിടറേനെ അവനിറങ്ങി. ഇതന്നെ തള്ളവാളിന്താക്കിയ പിള്ളേർക്ക് ധൈര്യം വരില്ല എന്ന് പറയണേ. വയർന്നങ്ങു 2 ഉണ്ടിട്ടാ. വിട്ടാ അവളെ വിട്ടട്ടെ. ഞാൻ പിടിച്ചിട്ടില്ല, നല്ല ജെന്റിലായിട്ട് തൊട്ടിട്ടേ ഉള്ളൂ. ഇറങ്ങിക്കോ. കൂടുതൽ ബുദ്ധിയുള്ള നേരെ ഇറങ്ങണേ. പുഴു പറഞ്ഞ പോണ്ട്. ഹലോ നന്റെ തന്ത ഞാനാ നിന്റെ തന്ത. ആരാ വായോ ആരാ? നേരെ ഇറങ്ങുള്ളൂ രാജകുമാരി. രാക്കു. ചായ കുടിച്ച കപ്പ് ആരുടെയാന്ന് അമ്മ ചോദിച്ചു. ആ കാറ് കാപ്പ് കുടിച്ചാ? പിങ്ങുന്റെ ആണോ ഡാഡയുടെ ആണോ ആരുടെയാന്ന് ഞാനെങ്ങനെ അറിയണേ? കാറിന്റെ. ആരുടെയാന്ന് ചോദിക്കേണ്ട കാര്യം ഇങ്ങനെ കപ്പ് കണ്ട് എടുത്തൂടെ? അപ്പൊ ഫ്രണ്ടില് നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെ പോണേ? ഇതേ വരുന്ന യസ്മ പേടിക്കേണ്ടത്. ഒരു കുട്ടീനെ നോക്കിയാൽ മതി. ഇതിപ്പോ 4 കണ്ണ് വേണം. ബാക്കിലും തലയിലും തിരിച്ചു 360 ഡിഗ്രിയിൽ തിരിക്കേണ്ട കണ്ണുണ്ട് അതിന്റെ.
പിങ്ങു നീ അവളെ അവിടെ ഇട്ടേച്ച് ഇങ്ങോട്ട് പോന്ന് ഭയങ്കര ആരെ മലേഷ്യക്കാരി ആന്റിന്റെ വീട്ടിൽ പോണാ പിങ്ങു ഇതെന്തുവാണ് മുട്ടയില് മുട്ടയില്ല ഈ ചെളിയിൽ ഇറങ്ങിയിട്ട് തന്നെ അതിനോട് കൊണ്ടുപോയിട്ട് ഒറ്റ ഇട്ടിട്ടു പിങ്ങ പിങ്ങ പിടിയടാ ഇവിടെ കാറ് വരണട്ടാ ഓജി പോയി ഓജി പോയിട്ടാ കൊണ്ടേ ഇത് മറ്റേ ഇതാണേ നടപ്രാർത്ഥന മറ്റേ ഇതില് ഇന്ന് ദുഃഖള്ളിയാണോ 12ാം സ്ഥലത്ത് മുട്ടത്തിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എസ്മേ വാക്ക് പൊന്നു എസ്മേ കാലിന്റെ മുട്ട് ഡി ഗോളിനെ പൊക്കോട്ടാ രണ്ടിനും കൂടി പിങ്ങൂന്ന് നോക്കാൻ പറ്റില്ലട്ടാ റേറ്റ്സ് വേണ്ട നമുക്ക് എഴുന്നേറ്റ് എങ്ങടെ പോണാവോ നല്ല ക്ലൗഡി ദുരൂഹ സാഹചര്യത്തിൽ സംഭവിക്കുന്ന ആകാശം പോലില്ലേ ഇപ്പോ ആകാശം കാണാൻ ഞങ്ങൾക്ക് ഇവിടെ വീടിന് കരടക്കണം 3 മാസം കൂടുമ്പോൾ കരടക്കണം എത്ര രൂപ എന്നറിയും 3 മാസം കൂടുമ്പോൾ കരം $1,600 അതായത് ഇന്ത്യൻ മണി ഏതാണ്ട് 70,000 രൂപ പെറുങ്ങുവിൻ്റെ സൈസിൽ ഒരു കുട്ടി അവിടെ നടക്കണ്ടല്ലോ വേറെ നടത്തം പഠിക്കണ്ട അപ്പുറത്തെ വീട്ടിലെ കുട്ടി കറച്ച് ഇവരുടെ പ്രായം തോന്നൂ അല്ലേ കൊള്ളേ തോന്നണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് കേട്ടാ ഇവരെന്നേക്കാളും കുറച്ചുകൂടി ചെറുതാന്ന് തോന്നുന്നത് ചെറുതായിട്ടാണ് തോന്നുന്നത് എനിക്ക് കുറച്ച് വലുതായിട്ട് തോന്നുന്നു അല്ല വലിപ്പം കൊണ്ടോ ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഏജ് കൊണ്ടേ അതിന് 1 വയസ്സ് ആവണുള്ളൂ എന്ന് തോന്നുന്നു ചോദിച്ചോക്കിക്കൊണ്ടെന്ന് ബാ എന്നിട്ട് ഈ ബില്ലടച്ചോ ഇവിടെ എന്താണെങ്കിലും ഒരു 1.25 കൊല്ലമായിട്ട് റെന്റ് മാടിയും തരാണ്ട് ഇവിടുത്തെ മുഴുവൻ തിന്നിട്ടിരിക്കില്ല അങ്ങോട്ട് വായോ ഇതടക്കേ നീ പണിയെടുക്ക് എന്നോടാ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ കാലും കയ്യും ഇങ്ങനെ നടക്കണേ ഡിന്നർ നല്ല മീൻ മപ്പാസും ഇതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മറ്റേ അമ്മ പണ്ടര കലി കൊടുക്കണം ചെയ്ത് വടിയും നല്ല മീൻ മപ്പാസും പിന്നെ ഇതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് തക്കാളി എന്റെ പൊന്നു കുഞ്ഞ് ആദ്യം ഒന്ന് വന്നിട്ട് ഒരു ചെറിയൊരു കാപ്പിയോ എന്തെങ്കിലും അത് കുടിക്കുക ഞാൻ നല്ല ബൊക്കെ അവിടെ വെച്ചിട്ട് ഇവിടെ നോക്കുമ്പോ കാണുന്നത് ഞാൻ അവിടെ എന്റെ പൊന്നു കുഞ്ഞെ അവിടെ ഞാൻ ഫുള്ള് ഒരു ബാച്ച് തുണിയിൽ ഇറക്കിയിട്ട് കൊട്ട ഉണ്ടായിരുന്നില്ല അപ്പൊ ആ കൊട്ടയിലത്തെ തുണി ഇല്ല കൊട്ട മുകളില് 2 കൊട്ട കാലി ഇരിക്കുന്നുണ്ട് ഇല്ല പോയി നോക്കിയേ 2 കൊട്ടയുണ്ട് കാലി ഈ കൊട്ടേനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ആരെങ്കിലും ഉണ്ടോ ഞാൻ ആലോചിക്കുന്നത് നിന്റെ വെള്ളാങ്കഞ്ഞി കുണ്ണാക്കണ്ടി ഇന്നലെ മുടി വെട്ടി ചെവിയിൽ കുളിച്ചിട്ടില്ലേ കുട്ടി ചെവിയിൽ നിറച്ച് മുടി ഇരിക്കുന്നത് ഇതേ ഞാൻ എടുത്തരാ അത്ര വൃത്തി പഠിപ്പിക്കുന്ന അവൾ തന്നെ ദേ ചെവിയിൽ നിറച്ച് മുടി ഇന്നലെ കഴുകിയതാണ് ഹെയർ വാഷ് ചെയ്തു 2 പ്രാവശ്യം കുളിച്ചത് കഴിഞ്ഞ് വൈകുന്നേരം അതിന്റെ ഉള്ളിൽ എന്താ ചെയ്യണേ ചെവി കഴുകിയില്ല ബിക്കോസ് തല ഓൾറെഡി അവിടുന്ന് വാഷ് ചെയ്തായിരുന്നു അപ്പൊ തല കഴുകണ്ടല്ലോ മോൻ എന്തിനാ ഇപ്പൊ ഇത് വീഡിയോയിൽ വിളിച്ചത് നീ എല്ലാരും വൃത്തി പഠിപ്പിക്കുന്നതാണല്ലോ സ്വന്തം വൃത്തി എനിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ തന്നെയാ നന്നായിട്ടുണ്ട് ഞാൻ താങ്ക് യു നീ ഇത് വൃത്തിയാക്കിട്ട് ഇനി തുണി അവിടത്തെ വിരിച്ചിട്ടോ കേട്ടാ ഞാൻ 2 ബക്കറ്റ് തുണി എല്ലാം കഴുകി വെടുപ്പാക്കിയിട്ടാ ഞാൻ തുണി മോനിരുന്ന് കുത്തിയിരുന്ന് കഴുകിയതല്ല നീയും പറയാറ് അപ്പൊ ഞാനും തന്നെയല്ലേ പറയാറ് കുത്തിയിരുന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് മടക്കലും എടുത്ത് വെക്കലും ഉണ്ട് ഞാനിവിടെ ഷോപ്പിങ്ങിന് പോയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് കുക്ക് ചെയ്യുന്നുണ്ട് നീ വല്ലതും ചെയ്യണ്ട ഇത് തിന്നല്ലേ ചെയ്യണല്ലോ നോക്കട്ടെ മുഫാസ് ഇത് മപ്പാസോ മുഫാസോ നീ കഴിച്ചോക്ക് ഇത് അമ്മ തന്ന മോള് പറയും അമ്മയിലേറ്റത് ബ്യൂട്ടിഫുൾ തെക്കിനിയിലെ ഭ്രാന്തി ഇവളാണ് ഗൈസ് ഗോൾഡോടെ പുതിയ ബാച്ച് ഓഫ് തുണികൾ മേടിച്ചിട്ടുണ്ട് കേട്ടാ ഇത് നമ്മൾ കാണിച്ചു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എടി നാട്ടിലുള്ളവരല്ലാണ്ട് ഇവിടുന്ന് ന്യൂസിലാൻഡിൽ നിന്ന് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട് അവരോട് കാണിച്ചു കൊടുക്കുന്നേ അവരെന്നോട് പറയാറുണ്ട് വീണിട്ടൊന്നുമില്ല കസേരന്ന് മടഞ്ഞടിച്ച് വീണു
ഇതെങ്ങനെ ഇങ്ങനെ വീണ്? കസേര ഞാൻ ഇവിടെ ഇരിക്കാൻ പാകത്തിന് വെച്ചു കൊടുത്തേക്കുന്ന അത് എന്റെ ഈ വക സൂത്രപ്പണിയോളം തന്നെ കുഴപ്പം. എന്തേ അതിന്റെ ഇടയിൽ വെച്ച് കൊടുക്കണ എന്തിനാ? അപ്പൊ ഒരു വീഴില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനാ കസാരമ്മ ഇരിക്കണ അമ്മായി അതല്ലല്ലോ. ഇടയ്ക്ക് ഇരിക്കാവോ? പിന്നെ ഒന്നെടുത്ത പിന്നെ ഉള്ള വായോ വാ. ആ കറുപ്പ് നല്ല നിനക്ക്. ഇച്ചിരി നീളം അധികമാണല്ലോ. ഇട്ട് കഴിയുമ്പോ റെഡി ആവുമായിരിക്കും അല്ലേ? ഇതിപ്പോ ഇട്ട പോലെ തന്നെ ഇരിക്കണോടി. ആ എന്നമ്മാ മീമി മാമ കൂട്ടിട്ടൊരു മീമി മാമ കൂട്ടിട്ടൊരു മാമു. എല്ലാരും പറഞ്ഞു വെള്ള ഉടുപ്പ് നല്ലതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു വെള്ള ഉടുപ്പ് മേടിച്ച്. പക്ഷെ ഇതിന് ചെറുതായിട്ടൊരു നൈറ്റിയുടെ ലുക്ക് ഉണ്ടോ എന്നൊരു സംശയം. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചിട്ടാണ്. നോക്കിയാ ഇറമ്മ ഇതെങ്ങനെയുണ്ട്? നല്ല ഉടുപ്പാകളുടെ ഇത് നൈസായിട്ടുണ്ട്. ഇട്ട് വെക്കണം ഇനി ഇതെല്ലാം. ഇവിടെ വെച്ചിട്ട് ഇപ്പൊ ഇടണ്ട. ഇപ്പൊ ഇടുന്നില്ല അല്ലേലും. ഷൈനോൺ എന്ന് പറഞ്ഞൊരു കടയാണ് കേട്ടോ ഓൺലൈനില്. ഞാൻ നിന്നോട് പറഞ്ഞു ഗോൾഡ് ഇതല്ല ഞാൻ പക്ഷെ ഓഫർ നീ ഏതെങ്കിലും ഒരു കട തുടങ്ങണേ. അപ്പൊ അതിന്ന് ഞാൻ കട തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആവശ്യത്തിലധികം ആൾക്കാർ കട തുടങ്ങിയിട്ടുണ്ട്. അത് പണ്ട് കാലം നീ ഫേമസ് അല്ലേ? മാത്രമല്ല നീ ഓൾറെഡി ഒരു ക്ലോത്തിങ്ങിന്റെ ബ്രാൻഡ് ഓണർ ആയി കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. 3 ഉള്ളൂ. പിന്നെ ഒരു ജീൻസ് നാളെ മേടിച്ച ബ്ലൂവിന്റെ ബ്ലാക്ക് ജീൻസിന്റെ പാൻസാ. ആ ഓക്കെ. ഞങ്ങളൊന്ന് വീണു. പക്ഷെ വീഴ്ച മാറി കളിക്കൊരു ഉമ്മാനെ. അപ്പൊ നമുക്ക് മാറും. ഉമ്മ പറഞ്ഞേ. ഗുഡ് ഗേൾ ആണ്. എന്ത് അതിനകത്ത് ഉണ്ടല്ലോ ഓൾറെഡി. ഈ കുട്ടിയെ എപ്പം മാന്തിയാലും ചോര ചാടും. എന്നാ എടുക്കാനാ നിനക്ക്? അതിന്റെ ഇതിനകത്തില്ല പിങ്ങോ. അതിന്റെ ഐപാഡിൽ ചെയ്തേ. എനിക്കറിയില്ല അതിലെങ്ങനെയാ ചെയ്യണേ. എനിക്കറിയില്ല അതിലെങ്ങനെ ചെയ്യണം. നീ ആളെ ഉപദ്രവിക്കുന്ന ഭയങ്കര മതിലും കടിയാട്ടം നിന്റെ. മാമു തരാം. മാമു കഴുത്ത് നിന്റെ തലയ്ക്ക് മേലെ ഉണ്ടോന്ന് നീ നോക്കിയാൽ മതി. എടി നീ എന്നെ കാണിക്കണേ. അതങ്ങനെ രസമില്ല. അത് രസം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ സ്റ്റിച്ചിങ് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ രസമൊന്നുമില്ല. ഇത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഉടുപ്പ് മൊത്തത്തിൽ നിന്നെ കുറച്ച് തടി കൂടിയ പോലെ തോന്നുന്നുണ്ട്. അല്ല ഈ ഉടുപ്പിന്റെ ഒരു ഫിറ്റിംഗ് അങ്ങനെയാ. പക്ഷെ ഇത് കുഴപ്പമില്ല, നല്ലതാണ്. നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ റിലാക്സ് ആയിട്ട് സമ്മറിൽ പോയി വരാം. സമ്മർ ഫ്ലവേഴ്സ് അല്ലാണ്ട് ഡാലി ഉണ്ട്. ഈ ഐറ്റംസ് ഇവിടെ ഉണ്ട്. രാവിലെ മുട്ട തന്നപ്പോ തിന്നട നീയൊക്കെ തിന്നാ? ഇല്ലില്ല. ഇവിടെ തുപ്പിട്ട് പോയില്ലേ? ഇതിനെ വിശപ്പിന്റെ വിളി വരിക എന്ന് പറയാ. ഒരു കുഴപ്പമില്ല. അല്ല കരയും ഞങ്ങളൊക്കെ തന്നെ. അമ്മാമ്മ പറയണതിൽ കാര്യമുണ്ട്. വിശപ്പിന്റെ വിളി അമ്മ അരി വരവാ വരിക. കാലത്ത് തന്നപ്പോ ഓടി. ഞാൻ തരുന്നു വിചാരിക്കണ്ട ഞങ്ങളാരും. കൊടുത്തിട്ട് തിന്നില്ല തരില്ല. എന്നാ മാമു വേണാ? ഇല്ല ഞാൻ അവിടെ ഇരുന്ന് കൊടുക്കാൻ. ഫുഡ് കൊടുക്കുന്ന ആളെന്നെ മാറ്റിയിട്ട ഗൈസ്. വേറെ ഒന്നുമല്ല, അവര് ഫുഡ് വായിന്ന് തുപ്പണ് കണ്ടപ്പോ എന്റെ ആങ്കർ ടോപ്പ് കഴിച്ചു. അപ്പൊ ഞാൻ ആളെ മാറ്റിയപ്പോ അവര് കഴിച്ചു. ഇങ്ങനെയുള്ള ചില കോമൽസി സ്വഭാവങ്ങളൊക്കെ കുട്ടികൾക്കുണ്ട്. ചിലപ്പോ തന്ത കൊടുത്താൽ കഴിക്കും. ഇനി അവള് കിടക്കുമ്പോ തുപ്പിയ ഞാൻ കൊടുത്താൽ കഴിക്കും. മീൻ പിടിക്കാൻ പൊന്മാനെ ഇരിക്കുന്ന പോലെ കാലൊക്കെ മടക്കി കാല്. അതെ തന്നെ ഇരിക്കണം. ഇപ്പൊ സിമ്രാൻ ട്രൈകളുടെ സിമ്രാൻ ഡാഡ വന്നു. കുട്ടികള് വിഷം കെട്ട് കാണിച്ചു. പപ്പി Puppy? Old MacDonald had a farm. Ee-ya-bee-ya-bo. And a big girl is a had a fort. Dimba-limba-do. Ada-ding-ga-da-da. Gada-guda-guda-da. Diga-diga-diga-diga-ding-gada-gada-gada-gundundang. Gada-gindanda. Pinda-pinda-do. Ada-boom-boom-boom. Ada-bing-bing-bing. സാധനം അറിയാം കേട്ടോ. ലൈക്ക് ഇറ്റ്. മറ്റേ എന്തായിരുന്നു? ക്ലോക്ക് ഇറ്റ്. മൈക്രോ ക്ലാപ്പ്. അല്ല ക്ലോക്ക് ഇറ്റ്. ക്ലോക്ക് ഇറ്റ്. ഓക്കേ. You clock it? Yeah. Yeah, cock. കോക്ലോ ഇങ്ങനെ വായന്ന് തുപ്പാൻ വരാൻ നേരത്ത് മോൻ ഇങ്ങനെ ഓരോന്ന് പറയണം. വാ വിളിച്ചു വരുമ്പോ ക്ലാപ്പ് ചെയ്തേ എന്ന് പറയുമ്പോ തന്നെ വായിൽ അത്രയൊന്നും കഷ്ടപ്പെട്ട് തീറ്റിക്കണ്ട.
ഇത് ഇത്രയൊക്കെ ലാവിഷ് ഉള്ളതുകൊണ്ട് തുപ്പാൻ വരുന്ന തുപ്പിക്കോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടാ. തുപ്പിയോരെ അവിടെ കിടന്നു അല്ലേ കണ്ടോ എന്റെ കൊച്ചു എന്നെ ഗുഡ് ഗേളാ നോക്കിയേ. ബിരിയാണി തീറ്റിക്കില്ലെന്നല്ല നമ്മുടെ പണി. ഇതേ കുട്ടികളുടെ തൊള്ളാളെന്ന് കണ്ടോ ഇറങ്ങിപ്പോയി. അല്ലാണ്ട് നല്ലോണം വിശന്ന് ഇറങ്ങി പോവും. ഒരു ക്ലാപ്പും വേണ്ട. ഒരു ഈ കിടക്കുന്ന താഴെ കിടക്കുന്ന ചോറ് വരെ തിന്നും. അതിനുള്ള പണി ഇവിടെ ഉണ്ട്. Stomp your foot. Stomp your foot. സ്റ്റോമ്പ് പിന്നെ പോയി Stomp, stomp, stomp. 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 പിന്നെ എടുത്താ പൊന്താണ് വലിപ്പുള്ള കസേരയായ കാരണം കുഴപ്പമില്ല. That is 7 and 9 years old, 10 years old കസേര പിങ്ങുവിന്റെ. പിങ്ങുവിന് മറ്റേ അവികാശം മേടിച്ചു തന്ന കസേര വിക്കി. നമ്മള് കഴിക്കുക കസാര ഈസി ആയിട്ട് കൊണ്ടാണ്. കസാരമേ ബാലൻസ് ചെയ്യണ നടത്താം. അതാ തൈര് വേണോ? വാതാ പിങ്കണ പദിം വജേ ഹം വാതാ പിങ്കണ പദിം വജേ ഹം വാതാ പിങ്കണ പദിം വജേ ഹം വാരണാസ്യം വാരണാസ്യം വരപ്രദം ശ്രീവാതാ പിങ്കണ പദിം വജേ ഹം വാ. ഓക്കെ മതി മതി മതി. അവള് കരയുമ്പോ നീ എന്തിനാ കരയണേ? ആ എന്നാ ഇറക്കി വേണോ? ഇറ അതെന്ത് കരച്ചില്ല? ചെറിയൊരു പണി കൊടുത്താ. കുറെ കാലമായില്ലേ ഞാൻ നിങ്ങൾക്ക് പൈനാപ്പിൾ കട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട്. റിപ്പീറ്റ് മോഡിൽ പൈനാപ്പിൾ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ നോക്കിക്കോട്ടാ. ഇതിൻ്റെ ഈ കൂന കളയുക. ഓക്കെ കണ്ട അഗെയിൻ ചീഞ്ഞ പൈനാപ്പിളാണ്. ഈ സാധനം ചിലവർക്ക് നല്ല അലർജിയുള്ള സാധനമാണ് ഇതിൻ്റെ ഈ സാധനം. അപ്പോൾ നല്ല കട്ടിക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞോളൂ. കറുത്ത സാധനം വേണ്ട നമുക്ക്. എത്ര നേരം വേണം? ഭയങ്കര ഈസി കേട്ടോ പൈനാപ്പിൾ കട്ട് ചെയ്യാനായിട്ട്. കണ്ട ഈ നമ്മുടെ ഈ കൂനില്ലേ, ഈ കൂനയുടെ ഇവിടെ ചേർന്നിട്ട് ഒരൊറ്റ കട്ട് കിട്ടാ. ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യാം നമുക്ക്. സി ഇപ്പോൾ നമുക്കിതല്ലേ. ഇനി ഇതിൻ്റെ ഈ കൂന നോക്കിയിട്ട് ഇങ്ങനെ ഒരു കട്ട് കണ്ട. ഇനി ഈ കൂന നോക്കിയിട്ട് ഇങ്ങനെ ഒരു കട്ട്. സോ ഈ ട്രയാങ്കിൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെയും ഇത് കളയണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്റ്റിൽ എഡിബിളാണ്. ഓക്കെ അനദർ വൺ ഹിയർ. ഇത് കഴിഞ്ഞു. ഇതേ ഇപ്പോൾ നമ്മുടെ കൂന ഒരു ഹെക്സഗണായിട്ട് കിട്ടിയില്ലേ. ബ്യൂട്ടിഫുൾ. നൗ വി ഗോണ കട്ട് ഇറ്റ്. സോ ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് പൈനാപ്പിൾ വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് എപ്പോഴും ശോകം പൈനാപ്പിളാണ് കിട്ടുക. ഈസി അല്ലേ കട്ട് ചെയ്യാനായിട്ട്? കണ്ട നൗ ടേസ്റ്റ് വൺ പീസ്. നല്ല നോട്ട് ടു ബാഡ്, നോട്ട് ടു ഗുഡ്. ഡൺ. ഈസി. സോ ഈസി പൈനാപ്പിൾ. വി ഗോ നൗ ഈറ്റ് ഡിന്നർ. ഇത് നമ്മൾ പൊറോട്ടയും മീൻകറിയാണ് കേട്ടോ. പൊറോട്ടയും മീൻകറി നല്ല ടേസ്റ്റാണ്, നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക്. വയനാട് കോഴിക്കോടൊക്കെ ചെല്ലുമ്പോൾ രാവിലെ പൊറോട്ടയും മീൻകറിയും കിട്ടും. അപ്പോൾ ഇതൊരു നല്ല കൊടംപുളിയുടെ മണം ഇതെല്ലാം വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. വാഗോൾഡെ നമുക്ക് നമ്മുടേതായ ലോകത്തിലോട്ട് ഉള്ളിനുള്ളിൽ ആലോലിക്കാം പൂന്തെന്നൽ. അതൊക്കെ മോന്റെ വെറും മോഹങ്ങൾ മാത്രമാണോ? ഓ വാട്ട് എ നൈസ് കറി മൈ ബ്യൂട്ടിഫുൾ. യോ ഇനിയിപ്പോൾ നമ്മൾ കഴിക്കണ നേരത്ത് ഈ ഡും കണ്ടാണ്ടും നീ ഇങ്ങോട്ട് പോന്നോ? മിണ്ടാണ്ട് പോന്നാല് മിണ്ടിക്കൊണ്ട് പുറകെ ആൾക്കാർ വരും. റിങ്ങുവിന് ചോറാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി നിനക്ക് കിട്ടിയില്ലേ? കറക്റ്റ്. മീൻ കറി എങ്ങനെയുണ്ട് മുത്തേ? മുത്തേ ഞാൻ മുത്തേന്ന് പറയാറേ ഉണ്ടായിരുന്നില്ലേ. ഇപ്പൊ മലയാളത്തിലൊരു മെയിൻ ലാംഗ്വേജായി മാറി മുത്തേ എന്നുള്ളത്. ഒരാൾ വരുന്നിട്ട് കൂടെ സൈഡിൽ കൂടെ എനിക്കെന്തോ മുത്തേന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അല്ലാതെ എനിക്ക് ഞാൻ ഒരു കഷ്ണം പൊറോട്ട അധികം ഇട്ടിട്ടുണ്ട്. നല്ല പുളി. നല്ല പുളിയാ? എന്തേടാ പൊറോട്ട കൂടെ നല്ലതാണ്. നല്ല മീൻ കറിയാണ്. നല്ല മീൻ കറിയില്ല. കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ആ
റിച്ച്നെസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതല്ല, കോക്കനട്ട് ക്രീമിന്റെ സ്വീറ്റ്നെസ് ഉണ്ട്, അത് കുറച്ച് മധുരം ഇടുന്നു തോന്നുന്നു. കോക്കനട്ട് ക്രീമില് നോക്കിയേ. ഇന്ന് മറ്റേ എന്തോ ഒരു വീഡിയോ കണ്ട തേൻമുട്ടായില് 112 ഗ്രാം പ്രോട്ടീൻ അല്ലേ ഞാനും കണ്ടത്. ഞാൻ അതിന് കുറവണേ ഉള്ളൂ. അത് ചുമ്മാ എഴുതിയേക്കണല്ലേ. ദോശമാവ് കൊണ്ടാണോ ശരിക്കും ഉണ്ടാക്കണേ? തേൻമുട്ടായിയാ? ജിലേബിയിലെ മാവ്. അതിൽ ഉഴുന്നിന്റെ ഇതായിരിക്കും പ്രോട്ടീൻ. ഉഴുന്നില് ഒരു മിഠായിക്ക് 112 ഗ്രാം. അപ്പൊ എന്തോരം തൂക്കുണ്ടാവണം? 1 കിലോ ഉഴുന്നിലോണ്ടാണ് ഒരു തേൻനിലാവ് ഉണ്ടാക്കണ്ടേ. ഓണത്തിന് ആരോ എന്നോട് ചോദിച്ചു, ഓണത്തിന് കുട്ടികളുടെ 10 ദിവസവും ഓരോ ഡിഫറെന്റ് ഉടുപ്പ് ഇടിപ്പിച്ചിട്ട് നിന്റെ ആന്റി തെരേസ, ആന്റി മദർ തെരേസ 10 ദിവസം ഉടുപ്പിടിക്കാനായിട്ട് ഉടുപ്പ് മേടിച്ചാടി മര്യാദക്ക്. കാനഡയില് ഇങ്ങോട്ട് പോയി മര്യാദക്ക്. 10 ഉടുപ്പിട്ടില്ല ഞങ്ങളുടെ കയ്യില്. 1 2 3 അല്ല, നീ 10 ദിവസം 10 ഉടുപ്പ് അല്ല, വീട്ടിലത്തെ അതിന് ഉടുപ്പ് ഇടിപ്പിച്ചിട്ട് എടുത്താൽ മതിയല്ലേ ഫോട്ടോ? 4 ഉടുപ്പുണ്ട്. അത്തം ചിത്ര ചോദ്യം തെറ്റി എന്തെങ്കിലും പറഞ്ഞു. ഓക്കെ, ഓണത്തിന്റെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് കാലുമൊരു പിടുത്തം പാട്ട് കേട്ടാ. ഈ വെള്ളി മീൻ എടുക്കുവോ? മൂളിപ്പാട്ട് പാടിയിട്ട് ഒരാള് കാലുമൊന്നും പിടിക്കുന്നിട്ടാ. മീനുള്ളത് ഇഞ്ചിയത് എനിക്ക് മനസ്സിലായി, വെറുതെ. എനിക്കാണെങ്കിൽ ഇഞ്ചി കടിക്ക് ഇഷ്ടമാണല്ലോ. ഇന്ന് എനിക്കൊരു കൊച്ചു മെസ്സേജ് അയച്ചായിരുന്നു, നിത എന്നാ പേര്. പണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് പുള്ളിക്കാരിയുടെ എക്സാം ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കാണാറുണ്ട്. സ്ട്രെസ് ബസ്റ്ററാണ്, മോൻ്റെ സംസാരം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്തോ കുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ പാട്ട് ഏറെപ്പൊന്ന്, പിന്നെ എൻ്റെ പാട്ട് ഐ സിംഗ് സോ നൈസ്. ഞാനത് മര്യാദയ്ക്ക് പാടിക്കൊണ്ടിരുന്ന മോനാണത് അങ്ങനെ വേഴ്സ് ആക്കിയത്. നല്ല ചാറ്. ഓ വാവ്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല. എൻ്റെ അത്ര ഒരു കഴിവേറി നല്ല വെളിച്ചെണ്ണയുടെ മണം. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കി. വെളിച്ചെണ്ണ ഹാർട്ട് അറ്റാക്കിൽ ഉണ്ടാക്കി. ഹാർട്ട് അറ്റാക്ക്. നിലത്ത് കിടക്ക് ഉറങ്ങണോ ചിരിക്കണെന്നിട്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ എടുക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ഞങ്ങളുടെ ഇന്നൊരു ദിവസം കണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, സ്ട്രെസ് ബസ്റ്റേഴ്സും അതുപോലെ തന്നെ അഭിവാദ്യങ്ങളും ഞങ്ങളെന്നെ സഹിച്ചിരിക്കുന്നതിന് നിങ്ങൾക്ക് നന്ദി. കുറേ പേര് നമ്മളെന്നെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ നമ്മളെന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ കാണുന്നുണ്ട്. എല്ലാം നല്ലതാണ്. The world is supposed to be, that is called a democratic world. So I like that friction, we like that friction, we like that love. We here nothing to prove. It's like a normal life. It's a fun. Everyday video ഇടണം. Everyday video എന്ന് പറയുമ്പോൾ it's like a normal thing. ഇവിടെ വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതിനകത്തൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ എല്ലാ ദിവസവും വീഡിയോയിൽ കുക്കിംഗ് കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് ഐ ലവ് കുക്കിംഗ്. So I add on cooking, eating, fun, talk, fight. That's us. Okay? അപ്പോൾ എൻജോയ്. ഇത് വളരെ സൂപ്പർ നമുക്ക് അടുത്ത കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. പേടിച്ചു നിന്റെ ഒരു അവിടെ നിന്ന് ചാടിയിട്ടാ വന്നേ. എപ്പൊ തന്നെ പുലി ചാടി തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത കാണാൻ. ബൈ ഫോർ നൗ. ബൈ ബൈ. ബൂപ്പാ. ഇപ്പൊ അവർക്ക് രണ്ടാമത് പറയുമ്പോ അറിയാ അതല്ലാന്ന്. പുട്ടാടി പുട്ടാടി പുട്ടണി.